അപ്പോൾ ക്രിമ്പ് ചെയ്യാനായിട്ട് നമ്മൾ RJ45 ജാക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് RJ45 ജാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു RJ45 ജാക്ക് നമുക്ക് പല കമ്പനികളുടെ ജാക്കുകളും നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ മേടിക്കുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ജാക്കുകൾ മേടിക്കാനായിട്ട് നോക്കുക. ഒരു ജാക്കിന് ഏകദേശം 5 രൂപ 10 രൂപ ആ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഡീലിങ്കിൻ്റെ ജാക്കാണ്. ഡീലിങ്കിൻ്റെ അത്യാവശ്യം ക്വാളിറ്റി തരുന്ന ജാക്കുകളാണുള്ളത്. ജാക്കുകൾ ക്വാളിറ്റി ഉള്ളത് വാങ്ങണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ RJ45 ജാക്കിന് മൊത്തം 8 പിന്നാണുള്ളത്. അപ്പോൾ ഈ 8 പിന്ന് നമ്മുടെ ഈ ഒരു കേബിളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന വയറുമായിട്ട് കറക്റ്റ് കോണ്ടാക്റ്റ് കിട്ടണം. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് മേടിച്ചു കഴിഞ്ഞാലുള്ളൂ നമുക്കിത് പ്രോപ്പറായിട്ടുള്ള കണക്ഷൻ കിട്ടുക. ഇപ്പോൾ ഡീലിങ്കിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന RJ45 കണക്ടറാണുള്ളത്. ഡീലിങ്കിൻ്റെ കോപ്പിയും കിട്ടും. അപ്പോൾ ഓൺലൈനിലൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡീലിങ്കിൻ്റെ കോപ്പിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ട്രസ്റ്ററായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒറിജിനൽ ആയിട്ടുള്ള RJ45 മേടിക്കാനായിട്ട് നോക്കുക. ഇതാണ് RJ45 കണക്ടർ. പിന്നെ ക്രിമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ക്രിമ്പിംഗ് ടൂളാണ്. ഇതാണ് നമ്മൾ ക്രിമ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂള് നമുക്ക് പല കമ്പനികളുടെ ടൂൾ മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഡീലിങ്കിൻ്റെ ക്രിമ്പിംഗ് ടൂളാണ്. ഡീലിങ്കിൻ്റെ തന്നെ വേറെ മോഡലുകളുള്ള ക്രിമ്പിംഗ് ടൂളും ഉണ്ട്. ഇപ്പോൾ ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ RJ45 നമ്മുടെ ഈ ട്വിസ്റ്റർ പെയർ കേബിളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ RJ45 വെക്കാനുള്ളൊരു സ്പേസ് നമ്മുടെ ക്രിമ്പിംഗ് ടൂളിലുണ്ട്. പിന്നെ RJ11 കണക്ട് ചെയ്യാനുള്ളതുണ്ട്. പഴയ ടെലിഫോണിൻ്റെയും കാര്യങ്ങളിലൊക്കെ RJ11 വെക്കാനുള്ളതും RJ45 കണക്ട് ചെയ്യാനുള്ളതൊക്കെ നമ്മുടെ ക്രിമ്പിംഗ് ടൂളിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വയർ കട്ട് ചെയ്യാനും അതേപോലെ വയറിൻ്റെ പുറത്ത് ഇൻസുലേറ്റർ കളയാനുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ ഈ ക്രിമ്പിംഗ് ടൂളിൽ വരുന്നുണ്ട്. ഇത് വയർ സ്ട്രിപ്പറാണ്. ഈ വയർ സ്ട്രിപ്പർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്രിമ്പിംഗ് ടൂളിൻ്റെ ഈ ഒരു സ്ട്രിപ്പിങ്ങിൻ്റെ ഈ സൈഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വയർ സ്ട്രിപ്പർ എക്സ്ട്രാ ആണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നൊന്നുമില്ല, ഈ ഒരു ക്രിമ്പിംഗ് ടൂൾ തന്നെ ഉണ്ടായാൽ ചെയ്യാവുന്നതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ട്വിസ്റ്റർ പെയർ കേബിളാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്രിമ്പിംഗ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത്രയും നീളത്തിലുള്ളൊരു ട്വിസ്റ്റർ പെയർ കേബിളാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നോക്കിയാൽ അറിയാം ഏത് കമ്പനിയുടെയാണ് എന്നിവിടെ എഴുതിയിട്ടുണ്ടാവും. ഇത് കൺസിസ്റ്റൻ്റ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ട്വിസ്റ്റർ പെയർ കേബിൾ ഉള്ളത്. അതിൻ്റെ കാറ്റഗറി വരുന്നത് 6E എന്ന് പറയുന്ന കാറ്റഗറിയാണ്. കൂടാതെ അത് UTP ആണ്. UTP എന്ന് പറഞ്ഞാൽ അൺഷീൽഡ് ട്വിസ്റ്റർ പെയർ കേബിളാണ്. അപ്പോൾ ഈ പുറത്ത് ഇൻസുലേറ്റർ നിങ്ങൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ കാണുന്നത് ആ വയറുകളായിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്രിമ്പ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കേബിളിൻ്റെ 2 എൻഡിലും ഇപ്പോൾ RJ45 ഒന്നുമില്ല, ഞാൻ ക്രിമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏത് കളർ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പുറത്ത് ഇൻസുലേറ്റർ റിമൂവ് ആക്കുകയാണ്. അപ്പോൾ എത്ര നീളത്തിലാണ് ഇൻസുലേറ്റർ റിമൂവ് ആക്കേണ്ടത് എന്നുള്ളത് ഇപ്പം ഞാൻ ഏകദേശം ഇത് നിങ്ങളിപ്പോൾ ആദ്യമൊക്കെ ആയിട്ടാണ് ചെയ്ത് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് നീളത്തിലെടുക്കാം. നമ്മൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആവും തോറും നമുക്ക് ഇൻസുലേറ്റർ എടുക്കുന്നതിൻ്റെ നീളം നമുക്ക് കുറച്ച് മാത്രം വയറുകൾ വേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഇത്രയും നീളത്തിൽ ഇതിൻ്റെ പുറത്തെ ഇൻസുലേറ്റർ കളയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ഭാഗത്തെ ഇൻസുലേറ്റർ ഞാൻ റിമൂവ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആ ഇൻസുലേറ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ കാണുന്നത് ഇതിൻ്റെ അകത്തെ വയറുകളാണ്. ഇതിൻ്റെ പുറത്ത് ചെറിയൊരു കോട്ടിങ് കൂടി വന്നിട്ടുണ്ട്, അത് റിമൂവ് ചെയ്യുക. ഇത് STP ആയതുകൊണ്ടല്ല, ഇത് STP അല്ല, ഇത് UTP തന്നെയാണ്. ഇത് ജസ്റ്റ് ഒരു കോട്ടിങ് മാത്രമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മൊത്തം 4 പെയറാണ് കാണാൻ പറ്റുമോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മൊത്തം 4 പെയറുള്ളത്. ഒരു പെയറിൽ 2 വയർ വീതം ഉണ്ടാവും. അങ്ങനെ മൊത്തം 4 പെയറുണ്ട്. പിന്നെ സെൻറ്ററിലൊരു പ്ലാസ്റ്റിക്കും വന്നിട്ടുണ്ട്. അത് കേബിളിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കേബിൾ സ്ട്രെങ്തനറാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാം. ഇത്ര ഈ ഒരു പ്ലാസ്റ്റിക് നമുക്ക് ആവശ്യമില്ല, അത് ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് അൺപെയർ ആക്കുക എന്നുള്ളതാണ്. ഓരോ പെയറും നമുക്കിതിന്ന് റിമൂവ് ആക്കിയിട്ട് മൊത്തം 8 വയറുകൾ സെപ്പറേറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഓറഞ്ച് എടുത്തു. ഇപ്പോൾ ഈ ഓറഞ്ചിൻ്റെ ഒപ്പമുള്ളൊരു വയർ, ഇപ്പോൾ ഇത് ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ ഒപ്പം കാണുന്നത് ഓറഞ്ച് വൈറ്റ് എന്ന് പറയുന്ന കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നോക്കുമ്പോൾ ഇത് വൈറ്റ് ആയിട്ട് തോന്നുക, പക്ഷെ ഇത് വൈറ്റ് അല്ല. വൈറ്റിൻ്റെ ഒപ്പം നോക്കി
വൈറ്റിൻ്റെ ഒപ്പം ഒരു ഓറഞ്ച് ഷെയ്ഡ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓറഞ്ച് വൈറ്റ് എന്ന് പറയുന്നത്. ഇത് ഓറഞ്ചാണ്. അപ്പോൾ ഫസ്റ്റത്തെ പെയർ നമ്മൾ റിമൂവ് ചെയ്ത ആദ്യത്തെ പെയർ എന്ന് പറയുന്നത് ഓറഞ്ചും ഓറഞ്ചിൻ്റെ കൂടെയുള്ള ഓറഞ്ച് വൈറ്റുമാണ്. ഇനി രണ്ടാമത്തെ പെയർ നോക്കാം. രണ്ടാമത്തെ പെയർ ഇപ്പം ഞാൻ രണ്ടാമത്തെ പെയറായിട്ട് എടുത്തിട്ടുള്ളത് ഇവിടെ ഗ്രീനും അതുപോലെ തന്നെ ഗ്രീനിൻ്റെ കൂടെയുള്ളത് എന്താണ്, ഗ്രീൻ വൈറ്റും ആണ് വരുന്നത്. ഇനി അടുത്തൊരു പെയർ പെയറായിട്ടുള്ളത് ബ്രൗണും ബ്രൗണിൻ്റെ ഒപ്പം വരുന്ന ബ്രൗൺ വൈറ്റും. ഇനി ലാസ്റ്റ് പെയർ നാലാമത്തെ പെയറായിട്ട് നോക്കുന്നത് ഗ്രീനും ഗ്രീനിൻ്റെ ഒപ്പം വരുന്ന ഗ്രീൻ വൈറ്റും. മൊത്തം നമുക്ക് 8 വയറുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 8 വയറുകൾ നമ്മുടെ RJ45 എന്ന് പറയുന്ന ജാക്കുണ്ടല്ലോ, അതിനിവിടെ മൊത്തം 8 പിന്നാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ ഈ 8 വയറുകളെ ഈ ഓരോ പിന്നിലോട്ടും നമ്മൾ വെച്ചതിന് ശേഷം ഇവിടെ ഈ RJ45 കണക്ടറിൽ പൊന്തി നിൽക്കുന്ന ഈ ഒരു കോപ്പർ ഉണ്ടല്ലോ, ഇത് നല്ല RJ45 കണക്ടർ ആണെങ്കിലാണ് ഇവിടെ പ്യൂർ കോപ്പർ ഉണ്ടാവുക. അപ്പോൾ കോപ്പർ ഉണ്ടാവുന്നതാണ് പ്യൂർ ആയിട്ടുള്ള കോണ്ടാക്ട് ഇവിടെ കിട്ടുക. ഈ ഒരു RJ45 പൊന്തി നിൽക്കുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു 8 പിന്നിനെ നമ്മൾ ഈ ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ഒരു 8 പിന്നുകൾ നേരെ ഇതിൻ്റെ അടിയിലായിരിക്കും വയറുകൾ ഉണ്ടാവുക. ആ വയറിലോട്ട് പോയിട്ട് ഈ വയറിന് ഇൻസുലേറ്റർ ഇല്ലേ, അത് ബ്രേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തെ കോപ്പറുമായിട്ട് ടച്ച് ആവും. അങ്ങനെ ഈ 8 പിന്നുകളും ഇതിൻ്റെ ഈ ഒരു 8 വയറുമായിട്ട് എന്താവും, ടച്ച് ആവും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രസ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ക്രിമ്പിംഗ് ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിങ്ങനെ അൺപെയർ ആക്കി എടുത്തിട്ടുള്ള ഈ ഒരു 8 വയറിനെ സ്ട്രെയിറ്റ് ആക്കുക എന്നുള്ളതാണ്. കാരണം ഇതിപ്പോൾ പെയറായിട്ട് വരുന്നത് കൊണ്ട് ഇതിങ്ങനെ ചെറിയൊരു വളവുണ്ടാവും. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെസ്റ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിൽ നിന്ന് റിമൂവ് ആക്കിയിട്ടുള്ള ഈ ഒരു ഇൻസുലേറ്റർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് വലിച്ചു, അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് വന്നു. അങ്ങനെ നിങ്ങൾ എല്ലാ വയറുകളും അങ്ങനെ ചെയ്യാം. അങ്ങനെ ഞാൻ എല്ലാ വയറിനെയും ഞാൻ മാക്സിമം ഇവിടെ സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്രിമ്പ് ചെയ്യണമെങ്കിൽ 2 കളർ കോഡ് നമ്മൾ നോക്കിയിരുന്നു അല്ലേ. ആ 2 കളർ കോഡിൽ ഏതെങ്കിലും ഒരു കളർ കോഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക എന്ന് പറഞ്ഞു. ഒന്ന് T568A എന്ന് പറയുന്ന ഒരു കളർ കോഡും രണ്ടാമത്തത് T568B എന്ന് പറയുന്ന ഒരു കളർ കോഡുമാണ്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് T568Bയിലാണ്. ഇപ്പോൾ T568Bയിൽ ചെയ്യുവാണെങ്കിലോ ആദ്യത്തെ കളർ കോഡ് ഫസ്റ്റ് കളർ എന്താണ്, ഓറഞ്ച് വൈറ്റ് എന്ന് പറയുന്ന കളറാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഓറഞ്ച് വൈറ്റ് എന്ന് പറയുന്ന കളർ ഞാൻ എടുത്തു. ഫസ്റ്റ് കളർ ഓറഞ്ച് വൈറ്റ് ആണ്. അപ്പോൾ ഞാൻ ഓറഞ്ച് വൈറ്റ് എടുത്തു. രണ്ടാമതായിട്ട് വരുന്നത് ഓറഞ്ചാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട്, അതിൻ്റെ മുകളിലല്ല, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഓറഞ്ച് എന്ന് പറയുന്ന വയറിനെ വെച്ചു. മൂന്നാമതായിട്ട് എടുക്കുന്നത് ഗ്രീൻ വൈറ്റ് എന്ന് പറയുന്നതാണ്. നിങ്ങൾക്കറിയാം T568ൻ്റെ ഓർഡർ നിങ്ങൾക്കറിയാം. ഓറഞ്ച് വൈറ്റ്, ഓറഞ്ച്, ഗ്രീൻ വൈറ്റ്, അടുത്തത് ബ്ലൂ ആണ്. അപ്പോൾ ഞാൻ മൂന്നാമതായിട്ട് അതിൻ്റെ അടുത്ത് ചേർത്തി ബ്ലൂ വെച്ചു. ബ്ലൂ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് ബ്ലൂ വൈറ്റ് എന്ന് പറയുന്ന കളറാണ്. അപ്പോൾ ഞാൻ ബ്ലൂ വൈറ്റ് വെച്ചു. പിന്നെ വരുന്നത് ഗ്രീൻ ആണ്. അപ്പോൾ ഞാൻ ഗ്രീൻ വെച്ചു. പിന്നെ ബ്രൗൺ വൈറ്റ്, ബ്രൗൺ. ഇതാണ് ഓർഡർ. അപ്പോൾ ഇത് മാക്സിമം ഞാൻ അങ്ങനെ അടുപ്പിച്ച് വെക്കുകയാണ്. ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ, ആദ്യമായിട്ട് നിങ്ങൾ ക്രിമ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇത് വെക്കാനൊക്കെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും, ഓർഡറൊക്കെ തെറ്റിയ പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇത് സാവധാനം സമയം എടുത്ത് നിങ്ങൾ ചെയ്യുക. ഇനി അവസാനം 7ാമത്തെ വയറ് ബ്രൗൺ വൈറ്റ്, 8 ബ്രൗൺ. അപ്പോൾ ഈ ഒരു ഇത് നമ്മളിനി മാക്സിമം ഇതിങ്ങനെ ചേർത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓർഡർ മാറിയിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇവിടെ അതേ ഓർഡർ തന്നെയല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നിങ്ങളിത് മാക്സിമം അടുപ്പിച്ച് ലെവലാക്കുക.
അങ്ങനെ ഓർഡറുകളൊന്നും കറക്റ്റായിട്ട് തെറ്റിയിട്ടില്ലേ എന്ന് നിങ്ങൾ കൺഫേം ആക്കുക ആദ്യം. അപ്പോൾ ഓർഡർ തെറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ ആ പിന്നുകൾ വ്യത്യാസം വരും. അപ്പം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കണക്ഷൻ കിട്ടിക്കൊള്ളണം എന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഓർഡറുകൾ കറക്റ്റ് ആക്കുക. അപ്പോൾ കറക്റ്റ് ഓർഡറിലാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് ഓറഞ്ച് വൈറ്റ്, 2 ഓറഞ്ച്, ഗ്രീൻ വൈറ്റ്, ബ്ലൂ വൈറ്റ്, ഗ്രീന്, ബ്രൗൺ വൈറ്റ്, ബ്രൗൺ. കറക്റ്റ് ഓർഡറിലാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇതിലോട്ട് വെക്കുമ്പോൾ ഇപ്പോൾ ഇത്രയും നീളത്തിൽ ഇൻസുലേറ്റർ ഇല്ല അല്ലേ. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഇൻസുലേറ്റർ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ഇവിടെയാണ് നിങ്ങളിങ്ങനെ അകത്തോട്ട് കയറ്റി വെക്കുന്നതെങ്കിൽ ഈ കേബിള് നിങ്ങൾ ഇളക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ലൂസ് കോണ്ടാക്റ്റ് വരും. അപ്പോൾ നിങ്ങൾ ക്രിമ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത്രയും നീളത്തിലെടുത്തില്ലേ, ഏകദേശം ലെവലാക്കിയിട്ട് ഈ ഒരു RJ45 ഇതിനോട് ചേർന്ന് നിൽക്കാവുന്ന പാകത്തിൽ നിങ്ങൾ ലെവലിന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഞാൻ ഇങ്ങനെ വരുത്തിയതിന് ശേഷം ഒരേ ലെവലിന് ഇവിടെ കട്ട് ചെയ്യണേ. ഇത്രയും നീളം ഞാൻ ബാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരേ ലെവലിന് നിങ്ങൾ കട്ട് ചെയ്ത് കളയുക. അങ്ങനെ നിങ്ങൾ ഒരേ ലെവലിന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ RJ45 പിടിക്കേണ്ടത്, ഇതാണ് അതിൻ്റെ ഒരു ലോക്കിൻ്റെ ഭാഗം വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ലോക്ക് ഉണ്ടാവും, അത് കമിഴ്ത്തി പിടിക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ കമിഴ്ത്തി പിടിച്ചതിന് ശേഷം ഈ ഒരു ടിസ്റ്റർ പെയർ കേബിളിനെ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ വയറുകൾ അതിൻ്റെ ഉള്ളിലോട്ട് പ്രോപ്പറായിട്ട് കയറുക. അങ്ങനെ നിങ്ങൾ ഈ വയറുകളെ മാക്സിമം അതിൻ്റെ ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് വയറുകളൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടില്ലേ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വയറുകൾ കാണാനായിട്ട് പറ്റും. അങ്ങനെ പ്രോപ്പറായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടില്ലേ എന്ന് നിങ്ങൾ കൺഫേം ആക്കിയതിന് ശേഷം നമ്മുടെ RJ45 ക്രിമ്പിംഗ് ടൂൾ എടുക്കുക. ഈ ക്രിമ്പിംഗ് ടൂളിൻ്റെ 8 പിൻ എന്ന് കാണുന്നത് കണ്ടോ, ഇവിടെ ഇതിലോട്ട് ഈ ഒരു ഇത് കയറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ഒരു ക്രിമ്പിംഗ് ടൂളിൻ്റെ ഇവിടെ കാണുന്നൊരു 8 പിന്നുണ്ട്. അത് ഈ ഒരു പ്രസ്സായിട്ടാണ് ഇതിൽ ലോക്കാവുക. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കാം, അത് ലോക്കായി എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇത് കണ്ടോ, ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലൂസ് കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും വരില്ല, കാരണം ഇൻസുലേറ്റർ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറി ലോക്കായിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങളൊരു ടിസ്റ്റർ പെയർ കേബിള് ക്രിമ്പ് ചെയ്യേണ്ടത്. ഇതിനെയാണ് ക്രിമ്പിംഗ് എന്ന് വിളിക്കുക. ഇനി ഈ കേബിളിൻ്റെ രണ്ടാമത്തെ എൻഡ് ഉണ്ടല്ലോ, ഈ രണ്ടാമത്തെ എൻഡ് നിങ്ങൾ ഇതേ ഓർഡറിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സ്ട്രേറ്റ് ത്രൂ ആയി. നിങ്ങൾക്ക് PC യിൽ നിന്ന് സ്വിച്ചിലോട്ട്, അല്ലെങ്കിൽ സ്വിച്ചിൽ നിന്ന് മോഡത്തിലോട്ട്, അല്ലെങ്കിൽ PC യിൽ നിന്ന് മോഡത്തിലോട്ട് കൊടുക്കാം. ഇവിടെ നിങ്ങൾ T568A ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കേബിൾ എന്തായി, ക്രോസ് ഓവറായിട്ട് മാറി. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിവിടെ A ചെയ്തു, ഇവിടെയും A ചെയ്തു, അത് സ്ട്രേറ്റ് ത്രൂ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ B ചെയ്തത്, ഇവിടെയും B ചെയ്താൽ അതും സ്ട്രേറ്റ് ത്രൂ കേബിളാണ്. നിങ്ങൾക്ക് ഡിഫറൻറ്റ് ഡിവൈസുകളെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടിസ്റ്റർ പെയർ കേബിളിനെ ക്രിമ്പ് ചെയ്യുന്നത്.